വ്യത്യസ്തമായ വാർത്തകളിലേക്കാണ്. കന്യാകുമാരി മാർത്താണ്ഡത്തെ ബദൽഹേം നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിൽ നിന്ന് ചാടി നഴ്സിംഗ് വിദ്യാർത്ഥി ജീവനൊടുക്കിയതിൽ പ്രതിഷേധം. പ്രിൻസിപ്പലിന്റെ പീഡനത്തെ തുടർന്നാണ് നെയ്യാറ്റിൻകര സ്വദേശി ആൻസിജി ജീവനൊടുക്കിയതെന്നാണ് ആരോപണം. മതിയായ ചികിത്സ ലഭ്യമായില്ല എന്നും ആരോപിക്കുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇപ്പോൾ ആശുപത്രിയുടെ മോർച്ചറിക്ക് മുൻപിലാണ് പ്രതിഷേധമെന്ന് മനസ്സിലാക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഹാൻസ് ജോൺ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഹാൻസ്, ഈ അൻസിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ വിദ്യാർത്ഥികളും കുടുംബവും അടക്കം ഉന്നയിച്ചിരുന്നു. പ്രിൻസിപ്പലിനെതിരെയാണ് ഈ ആരോപണങ്ങളൊക്കെ തന്നെയും. എങ്ങനെയാണ് ഇപ്പോൾ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്? അരുണ്യ, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുൻപിലാണ്. ഇവിടെയാണ് അൻസിജിയുടെ കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസമാണ് അൻസിജി പുലർച്ചെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെടുന്നത്. അതിനുശേഷം കരിങ്കൽ, ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കന്യാകുമാരി ജില്ലയിലെ കരിങ്കൽ എന്ന പോലീസ് സ്റ്റേഷനിലാണ് ഈ പറയുന്ന കോളേജിലെ പ്രിൻസിപ്പൽക്കെതിരെയും അധികൃതർക്കെതിരെയും എഫ്ഐആർ ഇട്ടുകൊണ്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതുമാത്രം പോരാ. അൻസിജിയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുൻപ് ഇൻക്വസ്റ്റ് നടപടികൾ ആർഡിഒയുടെ നേതൃത്വത്തിൽ നടപ്പാക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. നേരത്തെ തന്നെ ഇവർ ഈ ആവശ്യം പോലീസിനോട് ഉന്നയിച്ചിട്ടുള്ളതാണ്. തമിഴ്നാട്ടിൽ നിന്നോട്ട് എത്തിയിട്ടുള്ള ഈ പോലീസ് സംഘത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെയും അത് നടപ്പിലാക്കിയില്ല. അതിന് പകരം ഇവർ നേരിട്ടെത്തി ഈ കുടുംബാംഗങ്ങളെ അറിയിക്കാതെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് തടയാനാണ് തങ്ങൾ ശ്രമിച്ചത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഈ വാഹനം തടഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആർഡിഒയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. തീർച്ചയായിട്ടും ആ ഒരൊറ്റ ആവശ്യമുള്ളൂ നമുക്ക്. ആർഡിഒയുടെ നേതൃത്വത്തിൽ നമുക്ക് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കണം. ഈ ഒരു ആവശ്യം ഇന്നലെ മുതലേ ഞങ്ങൾ കരിങ്കൽ സ്റ്റേഷനിലും അവിടെ വേണ്ടപ്പെട്ട അധികാരികളുടെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ മന്ത്രി രാജേഷ് കുമാർ MLA അവരുടെ അടുത്തെല്ലാം ഞങ്ങൾ സംസാരിച്ചതാണ്. എല്ലാവരും ഞങ്ങൾ സംസാരിച്ച് ഇന്ന് ആർഡിഒ വന്ന് ഇൻക്വസ്റ്റ് നടത്തുമെന്ന് ഉറപ്പ് തന്നാണ് ഞങ്ങൾ ഇന്നലെ കരിങ്കൽ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇന്ന് രാവിലെ 7 മണിക്ക് വന്നിട്ട് അവിടുത്തെ ഒരു CI ചാർജുള്ള CIയും ഒരു SIയും വേറെ 5 പോലീസുകാരും കൂടെ വന്നിട്ടും ഞങ്ങൾ പറഞ്ഞു ഇത് പറ്റില്ല, ഞങ്ങൾക്ക് ആർഡിഒ ഇൻക്വസ്റ്റ് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഒരു 2:30 മണിയായപ്പോഴത്തേക്ക് അവർ ആഹാരം കഴിക്കാൻ വേണ്ടി ജീപ്പ് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി നമ്മൾ അതിനെ തടഞ്ഞു. വളരെ മാന്യമായ ഒരു ഇതാണ് നമ്മൾ ചെയ്തത്. നമ്മളൊരു കുഞ്ഞാണ് നഷ്ടപ്പെട്ടത്. പോലീസ് ഇപ്പോൾ എന്താ പറയുന്നത്? പോലീസ് ഒന്നും പറയുന്നില്ല. പോലീസ് ഒരു അഭിപ്രായം പറയുന്നില്ല. ഞങ്ങളിപ്പോൾ തടഞ്ഞതിന് ശേഷം അവർ അകത്തോട്ട് കയറി. വേറെ ഒന്നും ഇതുവരെ അതിന് ഒന്നും പറഞ്ഞുമില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു മറുപടിയെങ്കിലും തന്നിട്ട് പോകണ്ടേ അവർ. എങ്കിൽ നമ്മൾ ഇത്ര പ്രതിഷേധിക്കാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കത്തില്ലല്ലോ. എന്തെങ്കിലും ഒരു മറുപടിയും തന്നില്ല അവർ. കോളേജ് അധികൃതരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് 100%. കരിങ്കൽ പോലീസും കോളേജ് അധികൃതരും ഒത്തുചേർന്ന് നടത്തുന്ന ഒരു നാടകമാണിത്. അതിന് ഒരു മാറ്റമില്ല. അവരെന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർഡിഒ കോളേജിൽ വന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബാക്കി നടപടികൾ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞാണ് ഇവരെ ഇങ്ങോട്ട് രാവിലെ പറഞ്ഞയച്ചതെന്നാണ് പറയുന്നത്. ആർഡിഒ കോളേജിൽ വന്നു, നമ്മളടുത്തെല്ലാം സംസാരിച്ചു. ഇവിടെ വരുന്നില്ല എന്നാണ് ഇവരുടെ. ഞങ്ങൾക്ക് ആർഡിഒ ഇവിടെ വന്നതിന് ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടിയൊക്കെ നീങ്ങുള്ളൂ. അൻസിജിയുടെ മരണത്തിന് ഒരുപാട് ദുരൂഹതയുണ്ടെന്നുള്ളത്. 100% ദുരൂഹതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കോളേജ് അധികൃതർ തന്നെ അത് മറച്ചു വെച്ചു. ആദ്യമേ അവർ പറഞ്ഞത് സ്റ്റെപ്പിൽ നിന്ന് വീണമെന്നാണ്. അങ്ങനെ വീണമെങ്കിൽ ഇത്രയും ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഇതെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നമ്മൾ പോയി കാണുമ്പോൾ തന്നെ ഏകദേശം പോയി കഴിഞ്ഞു. മനസ്സിലായില്ല, ഒരു കോമ സ്റ്റേജ് ആയിരുന്നു. അവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണ് ചെറിയ ഇഞ്ചുറി മാത്രമാണ്. അത് സാധാരണ ഒരു കുറഞ്ഞ ഹോസ്പിറ്റലാണ് അവർ അഡ്മിറ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ അവിടെ ഒരു കോളേജ് മാനേജ്മെന്റിൽ നിന്ന് യാതൊരു ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു ടീച്ചറോ ഒരു സെക്യൂരിറ്റി ഗാർഡോ ആരും. ഞങ്ങൾ പോകുമ്പോൾ പേഷ്യന്റ് മാത്രം അവിടെ ഉണ്ടായിരുന്നു. അതിലാണ് ഞങ്ങൾക്ക് ദുരൂഹതയുള്ളത്. ഞങ്ങൾക്ക് ആർഡിഒ ഒന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ജുഡീഷ്യറി അന്വേഷണത്തിന് മെഡിക്കൽ കോളേജ് പോലീസിൽ ഇപ്പോൾ നിലവിലെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. മറുപടി അവര് ഇവരുമായിട്ട് ചർച്ച ചെയ്തതാണ്. നമുക്ക് മറുപടി റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. പറയാമെന്നുള്ള ഇതാണ് അവരുമായിട്ട് ചർച്ച. അവരും ഇങ്ങോട്ട് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. തമിഴ്നാട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു റിപ്ലൈയും ഇവർക്ക് കൊടുത്തിട്ടില്ല. ഇവർക്ക് കൊടുത്താലല്ലേ ഇവർക്ക് മറുപടി പറയാൻ പറ്റും. അച്ഛനും വീട്ടിലാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. അവരെ കൊണ്ടുവന്നാൽ അവരുടെ മാനസികാവസ്ഥ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തുടരാൻ പറഞ്ഞു. എന്തായാലും അരുണ്യ, കുടുംബാംഗങ്ങൾ ഇപ്പോൾ പ്രതിഷേധം തുടരുകയാണ്. അവർ പറയുന്നത് പോലെ ആർഡിഒയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് മൃതശരീരം വിട്ടു നൽകണമെന്നാണ്. കാരണം അൻസിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളുണ്ട്. അൻസിജി ജീവൻ ഒടുക്കില്ല എന്നാണ് ഇതിൽ ഈ പെൺകുട്ടിയുടെ കുടുംബം പോലീസിനെതിരെ ചില ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ടല്ലോ. ഇക്കാര്യത്തിൽ പോലീസ് ഒരു നിഷ്ക്രിയ മനോഭാവം, ഒരു സമീപനം സ്വീകരിച്ചു എന്ന് പറയാനുള്ള സാഹചര്യമുണ്ടോ? അല്പം മുമ്പ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പോലീസ് വാഹനം തടയുന്നതിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിരുന്നല്ലോ.
അതരുണി, ആദ്യഘട്ടം മുതൽ തന്നെ കുടുംബം പറയുന്നുണ്ട് ഈ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആർഡിഒയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കണം. ആദ്യഘട്ടത്തിൽ ഈ കരിങ്കൽ പോലീസ് ഉദ്യോഗസ്ഥർ അതിന് അനുവാദം നൽകിയിരുന്നു, അല്ലെങ്കിൽ അത്തരമൊരു നടപടിയിലേക്ക് പോകാം എന്ന് അവർ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷെ പിന്നീട് അൻസിജിയുടെ മരണം സ്ഥിരീകരിച്ച് ഇന്ന് രാവിലെ ഇത്തരത്തിൽ അവർ ആരെയും അറിയിക്കാതെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും അവരുടേതായ രീതിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കാനുള്ള ശ്രമം നടന്നപ്പോഴാണ് കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ തടഞ്ഞത് എന്നാണ് ഇപ്പോൾ കുടുംബം അംഗങ്ങൾ തന്നെ നമ്മളോട് തന്നെ പറയുന്നത്. അവർ ഈ ആർഡിഒയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ വേണം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ഇവിടെ നിന്ന് ഈ സ്ഥലത്ത് നിന്ന് തടി തപ്പാനുള്ള ശ്രമമാണ് കരിങ്കൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അവർ ഇതുവരെയും പോയിട്ടില്ല. അത്തരത്തിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതിനു ശേഷമാണ് ഈ വാഹനം തടയുന്ന സ്ഥിതിയിലേക്ക് കുടുംബാംഗങ്ങൾ എത്തിയത്. നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ പോയിട്ടില്ല. അവർ നിലവിൽ കേരളത്തിലെ ഈ മെഡിക്കൽ കോളേജ് നിലനിൽക്കുന്ന മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനുശേഷം എന്താണോ തീരുമാനം അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോവുക. പക്ഷേ ആർഡിഒയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കാതെ തങ്ങൾ ഇവിടെ നിന്ന് പോകില്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. പ്രധാനമായും അൻസിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ നിലനിൽക്കുന്നത് മൂലമാണ്. കാരണം പോസ്റ്റ്മോർട്ടം നടപടി ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ സമീപനം ഈ അൻസിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നീക്കം ഈ കോളേജ് അധികൃതർ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം നടപടികളിലൂടെ മാത്രമേ കഴിയൂ. അപ്പോൾ അതിലൊരു അട്ടിമറി ശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അൻസിജിയുടെ കുടുംബം ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് പോലെയുള്ള കാര്യങ്ങൾ തീരുമാനമാകാതെ ആ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടിലാണ് ബന്ധുക്കൾ. ഹാൻസിനോറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.